പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമുക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഇത് LP, UPക്കും LDCക്കും LGSനും ഒക്കെ വേണ്ടതാണ്. ഇതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശബ്ദത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ശബ്ദം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഇനി ശ്രവണബോധം ഉളവാക്കുന്ന ഒരു ഊർജ രൂപമാണ് ശബ്ദം. ഏതൊക്കെ ഘടകങ്ങൾ ചേർന്നാണ് കേൾവി സാധ്യമാകുന്നത്? അതായത് നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ്? ശബ്ദ സ്രോതസ്, കേൾവി സാധ്യമാക്കുന്ന ഭാഗം അതായത് ചെവി, ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം. ഒരു ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന്? ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉറവിടം വേണം, അതാണ് ശബ്ദ സ്രോതസ്. പിന്നെ നമുക്ക് ശബ്ദം കേൾക്കാൻ ചെവി വേണം. പിന്നെ ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം. അടുത്തത് ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് വാട്ട് പെർ സ്ക്വയർ മീറ്റർ, W/m² കേട്ടോ. NB. ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജത്തിൻ്റെ അളവാണ് ശബ്ദത്തിൻ്റെ തീവ്രത. തീവ്രതയുടെ യൂണിറ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി എന്നാൽ അടുത്തത് ഉച്ചതയുടെ യൂണിറ്റ്. സാധാരണ ഈ ഉച്ചതയുടെ യൂണിറ്റാണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്നൊക്കെ ചോദിച്ച് വരാറുള്ളത്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. നിങ്ങളോട് തീവ്രതയുടെ യൂണിറ്റ് എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രമേ വാട്ട് പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ശബ്ദത്തിൻ്റെ യൂണിറ്റ് എത്രയാണ്, അല്ലെ ഉച്ചതയുടെ യൂണിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ DB ഡെസിബൽ എന്നാണ് പറയേണ്ടത്. മനുഷ്യരിൽ ശബ്ദമുണ്ടാകുന്നത് സ്വനതന്തുക്കളുടെ കമ്പനം മൂലമാണ്. മനുഷ്യരിൽ ശബ്ദമുണ്ടാകുന്നത് സ്വനതന്തുക്കളുടെ കമ്പനം മൂലമാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഹെർട്സ് 20 ഹെർട്സിൽ കുറഞ്ഞ ശബ്ദങ്ങളെ ഡാഷ് പേരിൽ അറിയപ്പെടുന്നു. ഇൻഫ്രാസോണിക് ശബ്ദം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി നമ്മൾ പറഞ്ഞല്ലോ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇനി 20 ഹെർട്സിൽ കുറഞ്ഞ ശബ്ദങ്ങൾ ഡാഷ് പേരിൽ അറിയപ്പെടുന്നു. ഇൻഫ്രാസോണിക് ശബ്ദം. 20 ഹെർട്സിൽ കുറവ്. ഇനി 20,000 ഹെർട്സിൽ കൂടിയ ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക് ശബ്ദം. അപ്പോൾ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും മറന്നു പോകണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 ഹെർട്സിൽ താഴ്ന്നത്, അതായത് 19, 18 ഇങ്ങനെ താഴ്ന്നത് ഇൻഫ്രാസോണിക്കും, 20,000 ഹെർട്സിൽ കൂടിയത് അൾട്രാസോണിക്കും. ഇനി ചെവിയുടെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണ് ചെവിയുടെ ശ്രവണ സ്ഥിരത. ഇവിടെ നമ്മൾ കണ്ണിൻ്റെ ശ്രവണ സ്ഥിരതയെ നമ്മൾ പഠിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ 1/16 സെക്കൻഡ്. ഈ ചെവിയുടെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രവണ സ്ഥിരത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചെവിയിൽ എത്തുന്ന ശബ്ദത്തെ 1/10 സെക്കൻഡ് സമയത്തേക്ക് അവിടെ നിലനിർത്താനുള്ള കഴിവുണ്ട്. ഈ കഴിവാണ് ശ്രവണ സ്ഥിരത. ചെവിയിലെത്തുന്ന ശബ്ദത്തിന് ഒരു സെക്കൻഡിന് 10 ഭാഗിച്ചതിൽ ഒരു ഭാഗം, അത്രയും സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിർത്താനുള്ള കഴിവിനെയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഇനി പ്രതിധ്വനിക്ക് കാരണം ശബ്ദത്തിൻ്റെ ഡാഷ് ആണ്, പ്രതിഫലനം. അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കാനും അതിൻ്റെ പ്രതിധ്വനി സ്വീകരിക്കുവാനും കഴിവുള്ള ഒരു ഉപകരണമാണ് ഡാഷ് ട്രാൻസ്ഡ്യൂസർ. ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രതിധ്വനി സ്വീകരിക്കാനും പറ്റുന്നത്. മനുഷ്യന് അസഹനീയമായ ശബ്ദത്തിൻ്റെ ഉച്ചത 120 ഡെസിബെല്ലിന് മുകളിൽ, 120 dB, അതായത് DB ഡെസിബെല്ലിന് മുകളിൽ ഉള്ള ശബ്ദം നമ്മുടെ ചെവിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. ഇനി ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നോ, പിന്നെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണെന്നൊക്കെ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഹെർട്സ് ഇല്ലേ, ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. ഇനി സമുദ്രത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സമുദ്രോപരിതലത്തിൽ
ഉണ്ടാകുന്ന തിരമാലകളുടെ ശ്രേണിയെയാണ് ഡാഷ് എന്ന് പറയുന്നത്. സുനാമിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ സുനാമി എന്ന് പറയുന്നത് സമുദ്രത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തിരമാലകൾ ഇങ്ങനെ കരയിലേക്ക് കയറി വരുന്നതിനെയാണ് സുനാമി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴിയുള്ള സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത്? മൈക്രോവേവ് തരംഗങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴിയുള്ള സംപ്രേഷണത്തിന് സഹായിക്കുന്നത്. ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന കേൾവിയുടെ നിലയെ ഡാഷ് എന്ന് പറയുന്നു. ഉച്ചത. ചെവിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന കേൾവിയുടെ അതിന് നമ്മൾ ഉച്ചത എന്ന് പറയുന്നു. കേൾവിയുടെ നിലയെ ഉച്ചത എന്ന് പറയുന്നു. ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ ഡാഷ് ആവശ്യമാണ്. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടല്ലേ ബഹിരാകാശത്തൊക്കെ ഈ സഞ്ചരിക്കണമെങ്കിൽ വയർലെസ് ഫോണുകൾ ഉപയോഗിക്കുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം ആവശ്യമാണ്. മാധ്യമം ഇല്ലെങ്കിൽ, വായു എന്ന മാധ്യമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നതും അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതും. വയർലെസ് ഫോണല്ല, റേഡിയോ ഫോൺ ഉപയോഗിക്കുന്നത് എവിടെ? നമ്മുടെ ബഹിരാകാശത്തിൽ. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം ആവശ്യമാണ്. ശബ്ദം ശൂന്യതയിൽ സഞ്ചരിക്കില്ല. ഇനി സോണാർ എന്താണ്? സോണാറിൻ്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. ഇനി ശബ്ദത്തിൻ്റെ പ്രതിഫലനം ആസ്പദമാക്കി ദൂരം കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് സോണാർ. ശബ്ദത്തിൻ്റെ പ്രതിഫലനം ആസ്പദമാക്കി ദൂരം കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് സോണാർ. കൂടിയ ആവൃത്തിയുള്ള അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് സോണാറിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര ഹൈ ആവൃത്തിയുള്ള അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനും മത്സ്യക്കൂട്ടങ്ങളെയും അന്തർവാഹിനികളുടെയും സാന്നിധ്യം അറിയുന്നതിനും സോണാർ ഉപയോഗിക്കുന്നു. സോണാർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. സോണാറിൻ്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. ശബ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളായി. ഇനി ബാക്കിയുള്ളവ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.